ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ പലർക്കും അത് അറിയില്ല. മിക്ക അഭിനേതാക്കളും അല്ലെങ്കിൽ ഒരു ലൈം ലൈറ്റിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. പക്ഷെ താങ്കൾ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ പോലും ആളുകൾക്ക് അറിയുന്നില്ല. എന്തുകൊണ്ടാണ് അതൊക്കെ ഒതുക്കി വെക്കുന്നത്, അല്ലെ സ്വകാര്യമായി വെക്കുന്നത്? എന്തുകൊണ്ടാണ്? അത് എൻ്റെ എനിക്ക് ആദ്യമൊക്കെ ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും എന്നോട് പറയും ഇത് ഞാൻ ചെയ്തതായിട്ടൊന്നും ആരും അറിയണ്ട. അതങ്ങനെ അത് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. മനസ്സിലായില്ലേ? എൻ്റെ ഒരു സംതൃപ്തിയാണ്. അത് ഞാൻ എന്നെ ഞാനാക്കിയത് സൊസൈറ്റിയാണ്. ഐ എം നോട്ട് എ സെൽഫ് മെയ്ഡ് മാൻ. ഞാൻ സ്വയം ഞാൻ ഉണ്ടാക്കിയത് ആണ്. ചില ആൾക്കാർ പറയും ഐ എം എ സെൽഫ് മെയ്ഡ് മാൻ. നോ, അങ്ങനെ ആർക്കും പറ്റില്ല. ഒരു മനുഷ്യനും സെൽഫ് മെയ്ഡ് ആകാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഉയർച്ചയിലും എൻ്റെ സ്ഥാനത്തിലും പങ്കാളികളാവുന്നത് ഇവിടുത്തെ ജനങ്ങളാണ്. മനസ്സിലായി? അതിന് നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അവർക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. ആ റെസ്പോൺസിബിലിറ്റിക്ക് നമുക്ക് തിരിച്ചതിൽ കിട്ടുമെന്ന് ഉദ്ദേശിച്ചിട്ടല്ല, ഒരിക്കലും അല്ല. എനിക്കത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇങ്ങനെ കിട്ടും, അങ്ങനെ പബ്ലിസിറ്റി കൊടുത്താൽ ഇയാൾ അങ്ങനെ ചെയ്തു അങ്ങനെ എനിക്കൊരു നേട്ടം ആവശ്യമില്ല എന്ന് ഇന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പബ്ലിസിറ്റി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇപ്പം പറയാൻ താല്പര്യമില്ല എനിക്കത്. കാരണം പിന്നെ ഞാൻ തന്നെ എൻ്റെ കാര്യങ്ങൾ പറയുകയാണ്. എനിക്കത് ഇതില്ല. കാരണം ഈ പലരും ആൾക്കാരും എന്നോട് ചോദിക്കും, ഞാൻ 375ഓളം സിനിമ ചെയ്തിട്ടുണ്ട്. 375 സിനിമ ചെയ്തിട്ടുണ്ട്. അത് തെലുങ്കും തമിഴും ഉൾപ്പെടെ. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കും, നിൻ്റെ എസ്റ്റേറ്റ് എവിടെയാണ്, അല്ലെങ്കിൽ ഫാം ഹൗസ് എവിടെയാണെന്ന് ചോദിക്കും. അപ്പോൾ എനിക്കൊരു എസ്റ്റേറ്റും ഇല്ല, ഒരു ഫാം ഹൗസും ഇല്ല, ആകെയുള്ളൊരു വീടാണ്. അപ്പോൾ അവർ ചോദിക്കടാ, നീ 375 സിനിമ ചെയ്തിട്ട്, അപ്പോൾ അവർ കാൽക്കുലേറ്റ് ചെയ്യാണ്. സാധാരണ തെലുങ്കും തമിഴിലൊക്കെ വലിയ എമൗണ്ടാണ് കിട്ടുക. അപ്പോൾ അവർക്ക് ഇത്രയും കാശ് നീ എവിടെ കൊണ്ട് ചെലവാക്കി എനിക്കറിയില്ല. അത് ഞാൻ ചെലവാക്കിയത് മുഴുവൻ ഇങ്ങനെയാണ്. ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഈ പ്രശ്നങ്ങളുള്ള കാര്യങ്ങളിൽ പോയി ഇടപെടും, സൊല്യൂഷൻസ് കണ്ടെത്തും. അത് എനിക്ക് കിട്ടുന്നത് ഒരു സാറ്റിസ്ഫാക്ഷൻ, എനിക്കൊരു സന്തോഷം. പുതിയൊരു വാർത്ത, അമ്മ സംഘടനയുടെ തലപ്പത്തേക്ക് മത്സരിക്കാൻ പോവാൻ. എന്തിനാണ് ശരിക്കും അമ്മ പോലുള്ളൊരു സംഘടനയുടെ തലപ്പത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നത്? അതിൻ്റെ ആ ഒരു സംഘടനയിൽ മത്സരിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായ സാഹചര്യം എങ്ങനെയാണ്? ഞാൻ ആഗ്രഹിച്ചത് വന്നതല്ല, ആഗ്രഹമല്ല അത് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ പറഞ്ഞ നേരത്തെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞില്ല. ഇതിൽ കാരണം വെച്ചാൽ എനിക്ക് കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഇതിൻ്റെ അംഗമാണ്. ഞാനൊരു ലൈഫ് മെമ്പറാണ്, ഫൗണ്ടർ മെമ്പറും കൂടിയാണ് ഈ അമ്മ എന്ന അസോസിയേഷൻസ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പിന്നെ ഈ തമിഴും തെലുങ്കുമായിട്ട് പടങ്ങളുമായിട്ട് ഇങ്ങനെ ഊരു ചുറ്റും വലിവനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ അമ്മയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ 2 ടേമിൽ ഞാൻ ഇതിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് വർക്ക് ചെയ്തു. ആ സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ അഭിപ്രായങ്ങൾ പറയും, അതൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ നല്ല രീതിയിലാണ് അമ്മ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അറിയുന്നതും അന്വേഷിക്കുമ്പോഴൊക്കെ അറിയുന്നത് നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അമ്മ എന്ന സംഘടന തകരുമെന്ന ഘട്ടത്തിൽ, അതായത് നേരത്തെ പറഞ്ഞ പോലെ അനർഹരായിട്ടുള്ള ആളുകളിലേക്ക് പോകരുത് എന്നൊരു ഉദ്ദേശത്തോടെയാണ് പെട്ടെന്നെടുത്തൊരു തീരുമാനമായിരുന്നു. പെട്ടെന്നുള്ളത് അന്ന് രാവിലെ തന്നെയാണ് ഞാൻ അയച്ചിട്ട്, ഈ എൻ്റെ നോമിനേഷൻ പെട്ടിയിലേക്ക് വീഴുന്നത് 1 മണിക്കൂർ മുമ്പാണ്. ലാസ്റ്റ് 1 മണിക്കൂർ കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല. ആരോടെങ്കിലും വിളിച്ച് ചോദിച്ചിരുന്നോ, ഞാൻ എങ്ങനെ നിൽക്കട്ടെ, നിന്നാൽ എങ്ങനെ ഇരിക്കും എന്ന് ഒരു സുഹൃത്തുക്കളോട് ചോദിച്ചിരുന്നോ? ഞാൻ അങ്ങനെ ചോദിച്ചില്ല. കാരണം അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പറയാം വേണ്ടടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു എന്താണ് വേണ്ടേ അങ്ങനെ തോന്നും. അപ്പോൾ എൻ്റെ തീരുമാനങ്ങളൊക്കെ ഞാൻ സ്വയം എടുക്കുന്നതാണ്. നേരത്തെ പ്രസിഡന്റ് ലാലേട്ടനായിരുന്നല്ലോ, ഇപ്പോ താങ്കൾ മത്സരിക്കാൻ പോകുന്ന അതേ സ്ഥാനത്തേക്ക് ലാലേട്ടൻ വിളിച്ചിരുന്നോ, അല്ലെങ്കിൽ ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞു? ഓൾ ദി ബെസ്റ്റ് മോഹൻലാൽ പറഞ്ഞു, മമ്മൂട്ടിയും പറഞ്ഞു, സുരേഷ് ഗോപിയും പറഞ്ഞു. പൂർണ്ണ പിന്തുണയുണ്ടോ 3 പേര്? അല്ല, പൂർണ്ണ വെച്ചാൽ അവർ നന്നായി എന്നാ പറഞ്ഞത്. ദേവൻ വോട്ട് ചെയ്യുമെന്നൊന്നും അവർക്ക് പറയാൻ പാടില്ല, അവരുടെ സ്ഥാനം അതാണ്. പക്ഷെ എന്നോട് പറഞ്ഞു വളരെ നല്ലൊരു തീരുമാനമാണ് നീ ചെയ്തത് എന്ന് പറഞ്ഞു. മോഹൻലാൽ പറഞ്ഞു, മമ്മൂട്ടിയും പറഞ്ഞു, സുരേഷ് ഗോപിയും പറഞ്ഞു. മനസ്സിലായി? അവര് എനിക്ക് വേണ്ടി ക്യാൻവാസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ക്യാൻവാസ് ചെയ്യാൻ വേണ്ട, ക്യാൻവാസ് ചെയ്യണ്ട. അതെ. ഈ അമ്മേനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ താങ്കള് ഭയങ്കരമായി അമ്മ അമ്മ എന്ന് എടുത്തെടുത്ത് പറയുന്നു. ഒരു സംഘടനയെ എന്നതിലുപരി കുടുംബമായി കാണുന്നു. ആ അമ്മയിലെ ആളുകളിലെ വിശ്വാസമാണ്, ആളുകൾക്ക് ദേവൻ ചേട്ടൻ്റെ വിശ്വാസമാണെന്നൊക്കെ പറയുന്നു. പക്ഷേ മറ്റു ചിലര്
അമ്മയെ എ കുത്ത് എം കുത്ത് എം കുത്ത് എ എന്നാണ് പറയുന്നത്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് വളരെ വേദനയുണ്ട്. ഞാൻ അത് നമുക്ക് വേദനിക്കാന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. ഞാൻ പറഞ്ഞ അതൊരു വിഡ്ഢിത്തരമായിട്ട് തന്നെ കാണുന്നു. AMMA എന്ന് പറയുന്ന ചില ആൾക്കാർ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഈവൻ ചാനലിലൊക്കെ. അപ്പോൾ ഞാൻ ആലോചിക്കും, ഇവരിത് അമ്മേനെ പറ്റി ഒന്നും അറിയാതെയാണോ? ഈ പവിത്രമായ അമ്മ, നമ്മുടെ അമ്മ എന്ന് പറയുന്ന സംഘടനയെ പറ്റി, ആ അമ്മയെ പറ്റി മനസ്സിലാക്കാതെ കുറെ വിവരക്കേട് കൊണ്ട് പറയുന്നതാണ് AMMA. അതായത് അമ്മ എന്ന സാധനമുണ്ട്. അമ്മ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ദൈവമാണല്ലോ അമ്മ. അമ്മയുടെ തണലാണ് നമ്മൾ ഇരിക്കുന്നത്. ഞാൻ പറയുന്നത് വെച്ചാൽ അമ്മ എന്ന് പറയുന്നത് നമ്മുടെ ക്ഷേത്രം. ഞാനൊരു ക്ഷേത്രമായിട്ട് കാണാം. ഇപ്പൊ അമ്മയുടെ സംഘടനയുടെ ഒരു ഓഫീസുണ്ട്. അത് നമ്മൾ പോയി തൊഴേണ്ട ഒരു ഒരു ക്ഷേത്രമായിട്ട് ഞാൻ കാണുന്നത്. അതിനകത്ത് വേറെ യാതൊരു വൃത്തികേടുകളും പാടില്ല. അപ്പോൾ അതിന് അവിടെ അങ്ങനത്തെ ഒരു വൃത്തികേടുകളും ഇനി ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഹൂ ഈസ് അമ്മ? അമ്മ എന്ന് പറയുമ്പോൾ ഒരു വികാരമുണ്ട് എനിക്ക്, മനസ്സിലായില്ലേ? വൈകാരികമായിട്ടുള്ള ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾ അമ്മയെ മനസ്സിലാക്കാതെ, സ്വന്തം അമ്മയെ മനസ്സിലാക്കാതെ അമ്മയെ തെറി പറയരുത്, ഒരിക്കലും പറയരുത്. അമ്മ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി എടുക്കുക. കാരണം അമ്മയിൽ ഈ അംഗങ്ങൾക്ക് ആർക്കും അമ്മയോട് പരാതികളില്ല. അമ്മയും അംഗങ്ങളുമായിട്ടല്ല ഫൈറ്റ്. അംഗങ്ങളിലുള്ള ചില ആൾക്കാർ തമ്മിലുള്ള പേഴ്സണാലിറ്റി കോൺഫ്ലിക്റ്റ് ആണ്, രണ്ട് ആൾക്കാർ. അത് നമ്മൾ ശരിക്കും അന്വേഷിച്ച് അതിന്റെ ഡീപ്പായിട്ട് പോകുമ്പോൾ നമ്മൾ കണ്ടെത്തുന്നത് എന്താണെന്നറിയോ? ഈഗോ പ്രശ്നമാണ്, അല്ലാതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ടില്ല. ഈ ഇന്നസെന്റ് ഉള്ള കാലത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. ഇന്നസെന്റ് 17 വർഷമാണ് അമ്മയുടെ അധ്യക്ഷനായിട്ട് ഭരിച്ചത്. ഒരു പ്രശ്നവും ഞാൻ കണ്ടിട്ടില്ല, ജനങ്ങളും കണ്ടിട്ടില്ല. അയാൾക്ക് അറിയാം എങ്ങനെ ഡീൽ ചെയ്യുന്നു. കാരണം അയാളോട് ഇവർക്കുള്ള ബഹുമാനം, റെസ്പെക്റ്റ്, അതുപോലെയുള്ള സ്നേഹം വെച്ചിട്ട് അയാളത് മോനെ എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത്, മോളെ അങ്ങനെയല്ലല്ലോ മോനെ, ഇങ്ങനെ എന്തുട്ടൻ്റെ നീ കാണിക്കണേ, നീ എന്തുട്ടണ്ട, അതല്ലല്ലോ ഇവളങ്ങനല്ലല്ലോ പറയണേ എന്നൊക്കെ പറഞ്ഞിട്ട് തമാശ രൂപത്തിൽ എടുത്ത് ഹ്യൂമറസ് ആയിട്ട് അത് ഒപ്പിച്ചെടുക്കും. അതേപോലത്തെ ഒരു ലീഡർഷിപ്പ് വരണം. താങ്കൾ അങ്ങനെ ഒരു ലീഡർ ആയിരിക്കുമോ? തമാശ അങ്ങനെ ഒരു ലീഡർ ആവാൻ ഞാൻ ശ്രമിക്കും. കാരണം കോമഡി എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഞാൻ പറഞ്ഞത് ഈ രണ്ട്, നമ്മളെപ്പോഴും നിഷ്പക്ഷരായിരിക്കുക. ഒരു ലീഡറിന് വേണ്ട ഏറ്റവും വലിയ കാര്യം നിഷ്പക്ഷരായിരിക്കുക. ഒരു ബയസ്ഡ് ആവരുത്. അവൻ എൻ്റെ ഫ്രണ്ടാണ്, അതുകൊണ്ട് ഫ്രണ്ട് ആയാലും ശരി, ഒക്കെ ശരിയായാലും എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പ്രശ്നം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ എത്ര അടുത്ത ഫ്രണ്ട് ആയാലും ഇഫ് ഹീസ് റോങ് ഹീസ് റോങ്, തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കും. അങ്ങനത്തെ ഒരു ലീഡറായിരിക്കും. അപ്പൊ ഇനി എന്തെങ്കിലും താങ്കൾ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ അമ്മേന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് ഈ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് പോവാതിരിക്കാൻ ശ്രമിക്കുമോ? തീർച്ചയായിട്ടും. അതാണ് എൻ്റെ ഒന്നാമത്തെ അജണ്ട. അതാണ്. ഇപ്പൊ തന്നെ ഇന്നത്തെ പ്രസ് മീറ്റിൽ ഒരു ചോദ്യം ഇതായിരുന്നു. ഇപ്പൊ ഒരു ഇഷ്യൂ വന്നല്ലോ, മെമ്മറി കാർഡ് ഇഷ്യൂ ആണ്. മെമ്മറി കാർഡ് ഇഷ്യൂ. ഈ മെമ്മറി കാർഡ് ഇഷ്യൂവിന്റെ കാര്യത്തില് ഒരു ചോദ്യം ചോദിച്ചത് അവരെങ്ങനെയാ വെച്ചാൽ, ഇത് ഈ മെമ്മറി കാർഡിന്റെ ഇഷ്യൂ അമ്മയിൽ മാത്രം നിൽക്കേണ്ടതല്ലല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് അത് പുറത്തേക്ക് കൊണ്ടുവരുന്നില്ല ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ സംഭവം നടന്നത് അമ്മയ്ക്കുള്ളിലാണ്. സംഭവം നടന്നത് അമ്മയ്ക്കുള്ളിലാണ്. ഇറ്റ്സ് എൻ ഇന്റേണൽ പ്രോബ്ലം. ഇന്റേണൽ പ്രോബ്ലത്തെ ഞങ്ങൾക്കറിയാം എങ്ങനെ ഡീൽ ചെയ്യേണ്ടത്. അത് പുറത്തേക്ക് കൊണ്ടുപോയി അലക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആൻഡ് ഷീ ഈസ് ഹാപ്പി. ഓ അങ്ങനെയാണോ? കാരണം അവർ വിചാരിച്ചാൽ ഇത് പുറത്തേക്ക് കൊണ്ടുവരണം. ഞാൻ പുറത്തേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. പക്ഷെ അമ്മയുടെ അംഗങ്ങൾ തന്നെയാണ് ഈ ഒരു മെമ്മറി കാർഡ് കാണാനില്ല, കുക്കു പരമേശ്വരന്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയി എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത്. അതെന്താന്ന് വെച്ചാൽ അത് ആരുടെ സ്ഥലത്ത് ആരുടെ ഭാഗത്താണ് സത്യം, ആരുടെ ഭാഗത്താണ് മറ്റത് എന്നൊന്നും നമുക്ക് പറയാൻ നിവൃത്തിയില്ല. കാര്യം ഞാനത് പഠിച്ചിട്ടില്ല ഈ സംഭവത്തെ പറ്റി. അപ്പൊ ഞാൻ ഇവരെല്ലാവരോടും എൻ്റെ അടുത്ത് വിളിക്കുന്ന നമ്മുടെ സഹോദരിമാരോട് പറയും, നിങ്ങൾ എന്തിനാ ഈ അലക്കാൻ പോണത്? നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ സൈലന്റ് ആവൂ. നമ്മുടെ ഇലക്ഷൻ വരെയാണ് 15-ാം തീയതി. 15-ാം തീയതി വരുന്ന വെച്ചാൽ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം സോൾവ് ചെയ്യാം. നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ ആകാംക്ഷ ഉണ്ടാവും ആൾക്കാർക്ക്. അതായത് പറഞ്ഞ അവരുടെ ദുരനുഭവങ്ങൾ പറഞ്ഞ ആർട്ടിസ്റ്റുകൾക്ക് വലിയ പേടിയുണ്ട്, ഇതങ്ങനെ പുറത്തു വന്നാലുള്ള സ്ഥിതി. അപ്പൊ നമ്മൾ ഒരു കാരണവശാലും ഇത് പുറത്തു വരില്ല. ഞാൻ പുറത്തു വരാൻ സമ്മതിക്കില്ല. ഇലക്ഷൻ അട്ടിമറിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? അതാണ് ഈ ഇലക്ഷനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ഈ ശ്വേതാ മേനോന്റെ ഇഷ്യൂ ആണ്. അത് ശ്വേതാ മേനോന്റെ കാര്യത്തിൽ ഞാൻ അവരെ കൂടെ തന്നെയാണ്. 100% ഞാൻ ഐ ആം വിത്ത് ഹർ. അത് അമ്മയിൽ
ശ്വേത മേനോൻ സുരക്ഷിതയാണ്. ഞങ്ങൾ വി വിൽ ഫൈറ്റ് ഫോർ ഹെർ. ഓക്കെ. അമ്മ ഫുൾ ഞാൻ എല്ലാവരും വിളിച്ചിരുന്നു. എല്ലാവരും പറഞ്ഞ ഒരേ ശബ്ദത്തിലാണ് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ശ്വേത മേനോന്റെ കൂടെ നിൽക്കണം. ഞാൻ പറഞ്ഞു നമ്മൾ നിൽക്കും, അതിനകത്തൊരു മാറ്റില്ല. പക്ഷെ ഇത് ചെയ്ത ആളുണ്ടല്ലോ, ഈ ചെയ്ത ആള് നമ്മൾ പിടിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിടിക്കല്ല, നിയമത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരും.